ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കാന്തിക ലോകത്തെ അത്ഭുതം. കാന്തത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലേ? കാന്തം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ കാന്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കാന്തത്തിൻ്റെ ആകർഷണവും വികർഷണവും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലേ? അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 2, കാന്തിക ലോകത്തെ അത്ഭുതം. ചിത്രം കണ്ടില്ലേ കൂട്ടുകാരെ? നമുക്ക് പരിചിതമായിട്ടുള്ള ചില വസ്തുക്കളാണ് ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. കൂട്ടുകാരിവയെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ആദ്യത്തേതൊരു ബോക്സാണ്, അടുത്തത് പേഴ്സാണ്, പിന്നെയുള്ളതോ മൊബൈൽ കവറാണല്ലേ? ഇവയെല്ലാം അടയ്ക്കുമ്പോൾ അവയുടെ അടപ്പ് പെട്ടെന്ന് ഒട്ടിച്ചേരുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൽ കാന്തിക ശക്തി ഉള്ളത് കൊണ്ടാണ് ഇവ പെട്ടെന്ന് ഒരുമിച്ച് ഒട്ടിച്ചേരുന്നത്. കൂട്ടുകാരുടെ വീട്ടിലും കാന്തങ്ങളില്ലേ? ഉണ്ട്. കൂട്ടുകാരുടെ ശാസ്ത്ര കിറ്റിലുണ്ടോ? നമുക്ക് അവയെ ശേഖരിക്കാമല്ലേ? കേടായ ലൗഡ് സ്പീക്കറുകളിൽ നിന്നും മറ്റ് കേടായ ഉപകരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാന്തം ശേഖരിക്കാം. എന്നിട്ട് കൂട്ടുകാരുടെ ശാസ്ത്ര കിറ്റിൽ ഇടണം കേട്ടോ. നമുക്ക് ആദ്യം ഒരു പരീക്ഷണം ചെയ്യാം. എന്തൊക്കെയാണ് വേണ്ടത്? കാന്തം വേണം, ജെം ക്ലിപ്പുകൾ വേണം, മൊട്ടുസൂചി വേണം, ആണി വേണം. എന്താ ചെയ്യേണ്ടത് കൂട്ടുകാരെ? ആദ്യം ജെം ക്ലിപ്പുകളും കാന്തവും എടുക്കണം. പിന്നെ ഒന്നിന് താഴെ മറ്റൊന്ന് എന്ന രീതിയിൽ മുകളിലത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ജെം ക്ലിപ്പ് എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. കണ്ടോ? കാന്തത്തിൻ്റെ അറ്റത്തായിട്ട്. അങ്ങനെ മാല പോലെ നമുക്ക് നീളത്തിലാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും നീളം കൂടിയ മാല ആരുണ്ടാക്കിയതാണെന്ന് കൂട്ടുകാർ പറയണം കേട്ടോ. അടുത്ത് നോക്കിയ കാന്തം കൊണ്ട് മാജിക്ക്. എന്താ മാജിക്ക്? പൂമ്പാറ്റയുടെ ചിത്രം, സേഫ്റ്റി പിൻ, കാന്തം, ചാർട്ട് പേപ്പർ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ചിത്രം കണ്ടില്ലേ? പൂമ്പാറ്റയുടെ ഒരു ചിത്രം വെട്ടിയെടുത്ത ശേഷം അതിനാട്ടി വശത്തായിട്ട് ഒരു സേഫ്റ്റി പിന്ന് പുറമേ കാണാത്ത വിധം വയ്ക്കണം. അത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ചാർട്ട് പേപ്പറിൻ്റെ അടിയിൽ കാന്തം വെച്ച് വലിച്ചു നോക്കിയേ. കാന്തം ചലിക്കുന്നതിനനുസരിച്ച് പൂമ്പാറ്റ ചലിക്കുന്നത് കണ്ടില്ലേ? വളരെ മനോഹരമായിട്ടുണ്ടല്ലേ കൂട്ടുകാരെ? ഇത് മാജിക് തന്നെയല്ലേ? അതെ. ഇനി കാന്തം കൊണ്ട് മറ്റൊരു ചിത്രം ചെയ്ത് നോക്കാം. എന്തൊക്കെ വേണം നമുക്ക്? ഒരു പേപ്പർ പ്ലേറ്റ്, അക്രിലിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ പോസ്റ്റർ കളറുകളോ ഏതെങ്കിലും മതി. 2 or 3 നിറങ്ങൾ വേണം കേട്ടോ. ചെറിയ ലോഹ ബോളുകൾ വേണം. സൈക്കിളിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ജെം ക്ലിപ്പ് എടുത്താലും മതി. പിന്നെ വേണ്ടത് കാന്തം. എന്താ ചെയ്യേണ്ടത്? കണ്ട കൂട്ടുകാരെ, പ്ലേറ്റിൻ്റെ പല സ്ഥലത്ത് 3-4 നിറങ്ങൾ ഒരു തുള്ളി വീതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ലോഹ ബോളുകൾ പ്ലേറ്റിൽ വെക്കുക. അടിയിൽ കാന്തം വെച്ച് ചലിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മനോഹരമായ ചിത്രങ്ങൾ നമുക്കിതിൽ വരുന്നത് കാണാനായിട്ട് കഴിയും. എല്ലാ വസ്തുക്കളെയും കാന്തം ആകർഷിക്കുമോ കൂട്ടുകാരെ? ഇല്ല. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളുമുണ്ട്, കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളുമുണ്ട്. നമുക്ക് പട്ടികപ്പെടുത്താമോ? കാന്തം ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും. ഇവിടെ നോക്കിയേ, ശാസ്ത്ര കിറ്റിലെ ചില വസ്തുക്കളാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. ഇതിൽ കാന്തം ആകർഷിക്കുന്നവ ഏതൊക്കെയാണ്? കീ, ആണി, സേഫ്റ്റി പിന്ന്, ജെം ക്ലിപ്പ്. ഇനി ആകർഷിക്കാത്തവയോ? തടിക്കഷ്ണം, ചോക്ക് പീസ്, പ്ലാസ്റ്റിക് ക്ലിപ്പുകൾ. ഇവ കാന്തം ആകർഷിക്കാത്തവയാണ്. അപ്പം നോക്കിയേ, കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. നോക്കിയേ, എന്താണ് കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കളെന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ: ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. അപ്പോൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു കൂട്ടുകാരെ? കാന്തിക വസ്തുക്കൾ എന്നറിയപ്പെടുന്നു. അതിനുദാഹരണം നമ്മൾ പറഞ്ഞു, ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്. അടുത്ത് നോക്കി, കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ അകാന്തിക വസ്തുക്കളെന്ന് നമ്മൾ പറയുന്നു. അതിനും ഉദാഹരണങ്ങളുണ്ട്. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം
തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. അപ്പോൾ എന്താണ് കാന്തിക വസ്തുക്കളെന്നും എന്താണ് അകാന്തിക വസ്തുക്കളെന്നും ഓർത്തിരിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഉദാഹരണങ്ങളും കൂട്ടുകാർ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ എഴുതി നോക്കിയേ. കാന്തിക വസ്തുക്കൾ ആണി, പിന്നെന്താ ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് ഇവയെല്ലാം കാന്തിക വസ്തുക്കളിൽ പെടുന്നുണ്ട്. സേഫ്റ്റി പിൻ എഴുതാം കൂട്ടുകാർക്ക്, ആണി എഴുതാം, പിന്നെ എന്താ ഇരുമ്പ് കഷ്ണങ്ങൾ എഴുതാം. ഇവയെല്ലാം എന്താണ് കാന്തിക വസ്തുക്കളാണ്, കാന്തം ആകർഷിക്കുന്നവയാണ്. നാണയം ഒക്കെ കാന്തം ആകർഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി അകാന്തിക വസ്തുക്കൾ എന്താ, തുണിയുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട്, പേപ്പർ കഷ്ണങ്ങളുണ്ട്, മരക്കഷ്ണങ്ങളുണ്ട്, പിന്നെ റബ്ബർ ബാൻഡുകളുണ്ട്. ഇവയൊന്നും കാന്തം ആകർഷിക്കാത്തവയാണ്. അവയെ അകാന്തിക വസ്തുക്കളെന്ന് പറയുന്നുണ്ട്. അടുത്ത് നോക്കിയേ. കാന്തിക ശക്തി ധ്രുവങ്ങളിൽ. കുറച്ച് മൊട്ടുസൂചികളുടെ അടുത്തേക്ക് ഒരു കാന്തത്തിൻ്റെ അഗ്രഭാഗവും പിന്നീട് അതിൻ്റെ മധ്യഭാഗവും കാണിച്ചു നോക്കിയേ. കാന്തത്തിൻ്റെ അഗ്രഭാഗത്താണ് കൂടുതൽ മൊട്ടുസൂചികൾ ആകർഷിക്കപ്പെടുന്നതല്ലേ? എന്തുകൊണ്ടായിരിക്കാം? കാന്തിക ശക്തി കൂടുതലായി കാണപ്പെടുന്നത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലാണ്. ഇവിടെ നോക്കിയേ, മറ്റൊരു പരീക്ഷണം നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് ഒരു ബാർ കാന്തമാണ്. പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ബാർ കാന്തം എടുക്കുക, എന്നിട്ട് ഇരുമ്പ് പൊടിയും എടുക്കുക. ബാർകാന്തം ഇരുമ്പ് പൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിൽ പറ്റി പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ധ്രുവങ്ങളിലാണ് ഇരുമ്പ് പൊടി വളരെ എളുപ്പത്തിലായിട്ട് പറ്റി പിടിക്കുന്നതല്ലേ? എന്തുകൊണ്ടാണ് പേപ്പറിൽ പൊതിയാൻ പറഞ്ഞിരിക്കുന്നത്? ധ്രുവങ്ങളിൽ പതിയുന്ന ഇരുമ്പ് പൊടി പെട്ടെന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പറിൽ പൊതിഞ്ഞ് കാന്തം എടുക്കാനായി പറയുന്നത് കേട്ടോ. നോക്കിയേ. കാന്തിക ധ്രുവങ്ങൾ, മാഗ്നറ്റിക് പോൾസ്. സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളെ പറയുന്ന പേരാണ് കാന്തിക ധ്രുവങ്ങൾ. എല്ലാ കാന്തങ്ങൾക്കും 2 ധ്രുവങ്ങളാണുള്ളത്. അപ്പോൾ ഏതൊരു കാന്തം എടുത്താലും അതിന് 2 ധ്രുവങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ കാന്തിക ശക്തിയുള്ളത്. അതിനെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നു, അഥവാ മാഗ്നറ്റിക് പോൾസ്. നെക്സ്റ്റ് നോക്കിയേ. കാന്തം ബലം പ്രയോഗിക്കുമോ? നോക്കാം, നമുക്ക് മറ്റൊരു പരീക്ഷണം ചെയ്യാൻ കേട്ടോ. മേശപ്പുറത്ത് ഒരു കാന്തം വച്ച് അഗ്രഭാഗത്തിന് അല്പം അകലെ ഒരു മൊട്ടുസൂചി വയ്ക്കുക. മൊട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് സാവധാനം നീക്കി നോക്കൂ. കാന്തത്തിന് സമീപം എത്തുമ്പോൾ മൊട്ടുസൂചിക്ക് എന്താണ് സംഭവിക്കുന്നത്? ആകർഷിക്കുന്നു അല്ലേ? കാന്തം ബലം പ്രയോഗിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? അതെ. അപ്പോൾ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ്, കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. എന്താണ്? കാന്തം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം എന്ന് പറയുന്നത്. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെ കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നു. ഈ കാന്തിക മണ്ഡലം അദൃശ്യമാണ്, നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ എന്താണ് കാന്തിക മണ്ഡലം? കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെ കാന്തിക മണ്ഡലമെന്ന് പറയുന്നു. കാന്തിക മണ്ഡല രേഖകൾ നമുക്ക് വരയ്ക്കാം. അതിന് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം കേട്ടോ. കാന്തിക മണ്ഡലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി കാന്തിക മണ്ഡലത്തിൻ്റെ കാന്തിക ബലം അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം. അത് അദൃശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ചെയ്തു നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു ഗ്ലാസ് ഷീറ്റ് വേണം, കാന്തം വേണം, ഇരുമ്പ് പൊടി വേണം. ഇവിടെ നോക്കി, ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ പുസ്തകങ്ങൾക്കിടയിൽ ക്രമീകരിച്ച് വയ്ക്കുക. അതിനടിയിൽ ഒരു ബാർ കാന്തം വച്ചതിന് ശേഷം ഗ്ലാസിന് പുറത്ത് ഇരുമ്പ് പൊടി വിതറിക്കൊടുക്കുക. ഇരുമ്പ് പൊടി ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് കാന്തിക മണ്ഡലം, അല്ലെങ്കിൽ ഈ ക്രമീകരണം കാന്തിക മണ്ഡല രേഖകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കാന്തിക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. കണ്ടോ കൂട്ടുകാരെ? അതെ. കാന്തങ്ങളുടെ നിർമ്മാണം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ ഒരു സങ്കരമാണ് കേട്ടോ. അപ്പോൾ അൽനിക്കോയാണ് കാന്തം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹ സങ്കരം എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നത് അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് തുടങ്ങിയവയാണ്. അടുത്ത് നോക്കിയേ, മറ്റ് പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണവ? സമേരിയം, കൊബാൾട്ട്,
ഫെറൈറ്റ്, റബ്ബർ, നിക്കോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇവയിൽ നിക്കോഡിമിയം കൊണ്ട് ഉണ്ടാക്കുന്ന കാന്തങ്ങൾ വളരെ ശക്തിയുള്ളവയാണ് കേട്ടോ. മണ്ണിലെ കാന്തിക വസ്തുക്കൾ. സ്കൂൾ ഗ്രൗണ്ടിലും പരിസരങ്ങളിലുമുള്ള മണ്ണിൽ കാന്തിക വസ്തുക്കളുണ്ടോ? നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഒരു പഴയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ലൗഡ് സ്പീക്കറിൽ നിന്നൊരു കാന്തം സംഘടിപ്പിച്ചെടുക്കണം. കണ്ടോ? പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ നിന്ന് പഴയ സ്പീക്കറൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഗ്രൂപ്പുകളായി പ്രവർത്തനം ചെയ്യണം. കാന്തം കട്ടിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറിൽ കെട്ടി മണ്ണിലൂടെ കുറച്ച് സമയം വലിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. കാന്തത്താൽ ആകർഷിക്കപ്പെട്ട് പേപ്പറിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്തായിരിക്കും? കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്ന് നമുക്ക് പറയാം. പലതരം കാന്തങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയല്ല, അല്ലേ? അപ്പോൾ വിവിധ തരത്തിലുള്ള ആകൃതിയാണ് കാന്തങ്ങൾക്കുള്ളത്. ആകൃതികളുടെ അടിസ്ഥാനത്തിൽ തന്നെ കാന്തങ്ങളെ പേരുകളായി തരംതിരിച്ചിട്ടുണ്ട്. നോക്കാം. ആദ്യത്തത് കണ്ടോ? ലാടകാന്തം. ആകൃതിയെ പോലെ തന്നെയാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, ബാർ കാന്തം. ഒരു ബാറ് മാതിരിയാണ് ഇരിക്കുന്നത്, അതിനെ ബാർ കാന്തം എന്ന് പറയുന്നു. അടുത്തത് സിലിണ്ട്രിക്കൽ കാന്തം. സിലിണ്ടർ രൂപത്തിലിരിക്കുന്ന കാന്തങ്ങൾ സിലിണ്ട്രിക്കൽ കാന്തം എന്ന് പറയുന്നു. അടുത്ത് നോക്കിയേ, കാന്തസൂചി. സൂചിയാണ്, രണ്ടറ്റവും സൂചി പോലെയാണ് ഇരിക്കുന്നത്, അതിനെ കാന്തസൂചി എന്ന് പറയാം. അടുത്ത് ഓവൽ കാന്തം. ഓവൽ ഷേപ്പിലിരിക്കുന്ന കാന്തം. കണ്ടോ കൂട്ടുകാരെ? അടുത്ത് നോക്കിയേ, യു കാന്തം. യു ഷേപ്പാണ്. അടുത്ത് ഡിസ്ക് കാന്തം. ഡിസ്ക് പോലെ ഇരിക്കുന്ന ഒരു കാന്തമാണ് ഡിസ്ക് കാന്തം. അടുത്ത് നോക്കിയ റിങ് മാതിരി ഇരിക്കുന്നത് റിങ് കാന്തം. അപ്പോൾ നമ്മൾ പലതരം കാന്തങ്ങളുണ്ടെന്ന് പഠിച്ചു. അവയുടെ പേരുകളും പറഞ്ഞോളൂ. ലാടകാന്തം, ബാർ കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം, കാന്തസൂചി, ഓവൽ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിങ് കാന്തം. തെക്കും വടക്കും. നോക്കിയ കൂട്ടുകാരെ, ഇവിടെ ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. ഒരു സ്റ്റാൻഡും നൂലും ഒരു ബാർ കാന്തവും വേണം. ബാർ കാന്തത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു നൂലിൽ കെട്ടി ചിത്രത്തിൽ കാണുന്നത് പോലെ സ്വതന്ത്രമായി ബാർ കാന്തത്തെ കെട്ടി നിർത്തണം. ബാർ കാന്തത്തിൻ്റെ ചലനം നിൽക്കുമ്പോൾ ഇതിൻ്റെ ധ്രുവങ്ങൾ ഏത് ദിക്കിലാണ് നിൽക്കുന്നത്? അതെ, തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് കേട്ടോ. കാന്തിക ധ്രുവങ്ങൾ. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം നോർത്ത് പോളെന്നും ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം സൗത്ത് പോളെന്നും പറയുന്നു. അവയെ NS എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ N എന്ന് പറയുന്നത് ഉത്തര ധ്രുവവും S എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവവുമാണ്. ബാർ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൽ അടയാളമായി കൊടുക്കുന്നത്. ചില കാന്തങ്ങളിൽ NS എന്ന് എഴുതിയിരിക്കും. അല്ല എങ്കിൽ കൂട്ടുകാർക്ക് നോക്കിയാൽ അറിയാം, ഉത്തര ധ്രുവം അതായത് നോർത്ത് ഭാഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ള സ്പോട്ട് അടിച്ച് കാണിക്കാറുണ്ട്. കാന്തം പൊട്ടിയാൽ. ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ 2 ചെറിയ കഷ്ണങ്ങൾ രൂപപ്പെടുന്നു. അതിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതെ, കാന്തിക ധ്രുവങ്ങൾ രൂപപ്പെടുന്നുണ്ടല്ലേ? അതെ. അടുത്ത് നോക്കിയേ, വടക്ക് നോക്കി യന്ത്രം. കൂട്ടുകാർക്കറിയാമോ വടക്ക് നോക്കി യന്ത്രം എന്താണെന്ന്? ഇന്ന് നമ്മൾക്ക് സമയങ്ങളും കാലങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ കലണ്ടറുകളും അതുപോലെ തന്നെ ക്ലോക്കുകളും വാച്ചുകളും ഒക്കെ ഉണ്ടല്ലേ? എന്നാൽ ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാനായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. ധ്രുവ നക്ഷത്രത്തെയും അതുപോലെ തന്നെ നക്ഷത്ര സമൂഹത്തെയും ഒക്കെ അവരതിനു വേണ്ടി ആശ്രയിച്ചിരുന്നു കേട്ടോ. അതിൽ ഒന്നായിരുന്നു വടക്ക് നോക്കി യന്ത്രം. ഈ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ വരവോടുകൂടെ ദിശ അറിയുന്നതിൽ വളരെയധികം മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. നോക്കിയേ, ഒരു വടക്ക് നോക്കി യന്ത്രം സയൻസ് ലാബിൽ നിന്ന് നമ്മൾ സംഘടിപ്പിച്ചെടുക്കണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? സയൻസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണെന്ന് കൂട്ടുകാർ കണ്ടെത്തി നോക്കിയേ. ഇനി സ്വന്തമായിട്ട് കൂട്ടുകാരൊരു വടക്ക് നോക്കി യന്ത്രം ഉണ്ടാക്കി നോക്കാം. കാന്തം, സൂചി, നൂല്, കോർക്ക് ഇവയാണ് വേണ്ടത്. കണ്ടോ കൂട്ടുകാരെ?
സൂചിയിൽ നൂല് കോർത്തെടുക്കണം. നൂലിൽ പിടിച്ച സൂചിയുടെ ഒരഗ്രത്തിൽ നിന്ന് മറ്റേ അഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായി ഏകദേശം 50 പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം ഉരസണം. സൂചി സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് നൂല് കോർക്കുന്നത് കേട്ടോ. ദാ ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ കൂട്ടുകാർ ചെയ്ത് നോക്കിയേ. ഏത് ദിശയിലേക്കാണ് സൂചി നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലേക്കാണ് നിൽക്കുന്നത് അല്ലേ? ഇനി നോക്കി ഭൂകാന്തം. ഭൂമി ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലം ഉണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവവുമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ. ഇനി നോക്കിയേ, കാന്തങ്ങൾ അടുക്കുമ്പോൾ ധ്രുവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള 2 ബാർ കാന്തങ്ങൾ എടുത്തു നോക്കിയേ. ഒരു കാന്തം മേശപ്പുറത്ത് വയ്ക്കൂ. മറ്റേ കാന്തത്തിൻ്റെ ഒരു ധ്രുവം മേശപ്പുറത്തുള്ള കാന്തത്തിൻ്റെ പല ഭാഗങ്ങളിലായി വച്ചു നോക്കണം. എവിടെയെല്ലാമാണ് ആകർഷണം നടക്കുന്നത്, എവിടെയെല്ലാമാണ് വികർഷണം ഉള്ളത് നോക്കാം. സൗത്ത് പോളും കൂടെ അടുത്ത് വരുമ്പോൾ വികർഷിക്കുന്നത് നമുക്ക് കാണാം. സൗത്ത് പോളും നോർത്ത് പോളും കൂടെ അടുത്ത് വരുമ്പോൾ ആകർഷിക്കുന്നത് കാണാം. നോർത്ത് പോളും അടുത്ത് വരുമ്പോൾ വികർഷിക്കുന്നതും നോർത്ത് പോളും സൗത്ത് പോളും അടുത്ത് വരുമ്പോൾ ആകർഷിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ എഴുതിക്കോളൂ. ആകർഷണവും വികർഷണവും വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സംജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. സംജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംജാതീയ ധ്രുവങ്ങൾ? വ്യത്യസ്ത കാന്തങ്ങളായിരിക്കും. അവയിലെ ഒരേ ധ്രുവങ്ങൾ, അതായത് SS, ഇവ സംജാതീയ ധ്രുവങ്ങളാണ്. എന്നാൽ വ്യത്യസ്ത കാന്തങ്ങളുടെ വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്ന് പറയുന്നു. ഇതിൽ SN. ഓക്കെ, മനസ്സിലായ കൂട്ടുകാരെ? SS എന്നുള്ളതും N എന്നുള്ളതും സംജാതീയ ധ്രുവങ്ങളാണ്. ഇവ വികർഷിക്കും. അടുത്ത SN എന്നുള്ളതും NS എന്നുള്ളതും വിജാതീയ ധ്രുവങ്ങളാണ്. ഇവ ആകർഷിക്കുകയും ചെയ്യും. കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാം? കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട്. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. കാന്തത്തിൻ്റെ സംജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലാണ് കാന്തിക സ്വഭാവം കൂടുതലായിട്ട് ഉള്ളത്. ഇതെല്ലാം കൂട്ടുകാർ എഴുതി വയ്ക്കുക. കാന്തത്തിൻ്റെ പൊതുവായ സ്വഭാവങ്ങളാണ്. കാന്തത്തിൻ്റെ ചരിത്രം. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. മാഗ്നസ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്ന് തൻ്റെ വടിയെടുക്കാൻ അയാൾ നോക്കുമ്പോൾ അത് വരുന്നില്ല. ആട്ടിടയന് വിചിത്രമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഇത് കേട്ടറിഞ്ഞ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം അവിടെ ഓടിയെത്തി. ഇവിടെ നോക്കിയേ, കണ്ടോ? ഓ, ഇതെന്താണ്? എൻ്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചുപോയി. മാഗ്നസ് പറയുകയാണ്, ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും മറ്റൊരാൾ പറയുകയാണ്, ഇത് തീർച്ചയായും ഒരു മാന്ത്രിക പാറ തന്നെ. ഇല്ല, ഇത് മറ്റെന്തോ കാരണമുണ്ട്, എന്തോ അദൃശ്യകരങ്ങളുടെ ശക്തിയാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായും അതെന്താണ് സംഭവിച്ചത്? ഇരുമ്പുമായി അത് യോജിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പിൽക്കാലത്ത് ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടെത്തിയത്. ഇത്തരം പാറകൾ ഇടയൻ്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കും. ആട്ടിടയൻ്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ അറിയപ്പെടുന്നത് മാഗ്നറ്റ് എന്നാണ്. ഇത്തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തും ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ലോഡ് സ്റ്റോൺ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവ പ്രകൃതിദത്ത കാന്തങ്ങളെന്ന് അറിയപ്പെടുന്നു. സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും. നമ്മൾ ആദ്യം ചെയ്ത പരീക്ഷണം ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? ഒരു ബാർ കാന്തത്തിൽ ജെം ക്ലിപ്പുകൾ തൂക്കിയിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ? ഇതിൽ ബാർ കാന്തം മാറ്റിക്കഴിഞ്ഞാൽ ആ ജെം ക്ലിപ്പുകളിലെ കാന്തിക സ്വഭാവവും മാറുന്നുണ്ടല്ലേ? അവ
മാറിപ്പോകുന്നുണ്ട്. ശരിയല്ലേ? അതെ, ഇത് താൽക്കാലിക കാന്തമാണ്. ഒരു കാന്തിക മണ്ഡലത്തിലിരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു. എന്നാൽ ഈ കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി തികച്ചും നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചെംക്ലിപ്പ്, ആണി, മൊട്ടുസൂചി ഇവയെല്ലാം താൽക്കാലിക കാന്തങ്ങളായിട്ടാണ് പ്രവർത്തിച്ചത്. പ്രകൃതിദത്ത കാന്തമായ ലോഡ് സ്റ്റോണും നമ്മൾ നേരത്തെ പറഞ്ഞ യു കാന്തം, അതുപോലെ തന്നെ ഓവൽ കാന്തം, ലാടകാന്തം, പിന്നെ ബാർ കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം ഇവയെല്ലാം സ്ഥിരകാന്തങ്ങളാണ് കേട്ടോ. കാന്തിക ശക്തി പരിശോധിക്കാനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം ചെയ്യുന്നുണ്ട്. കൂട്ടുകാരിത് ചെയ്തു നോക്കിയേ കൂട്ടുകാരെ, എൻ്റെ ശക്തി കുറയ്ക്കല്ലേ. കാലപ്പഴക്കത്തിനനുസരിച്ച് കാന്തത്തിൻ്റെ ശക്തി കുറയുമോ? കുറയുമല്ലേ. ഇവിടെ നോക്കിയേ, കാന്തം എടുത്തെറിയുമ്പോൾ, കാന്തങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, കാന്തം ചൂടാക്കുമ്പോൾ, ചുറ്റിക കണ്ട് കാന്തത്തിൻ്റെ അഗ്രഭാഗങ്ങളിൽ അടിക്കുമ്പോഴെല്ലാം കാന്തത്തിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാന്തിക ശക്തി നിലനിർത്താൻ എന്ത് ചെയ്യാം? കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിൻ്റെ കാന്തിക ശക്തി വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അല്ലേ. ഇവിടെ കണ്ടോ കൂട്ടുകാരെ, അകാന്തിക വസ്തുക്കൾ ഇടയിൽ വെച്ചതിന് ശേഷം കാന്തിക വസ്തുക്കൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾ കാന്തിക ശക്തി നിലനിർത്താനായിട്ട് കഴിയും. നോക്കിയ വൈദ്യുത കാന്തം എങ്ങനെ നിർമ്മിക്കാം? 9 വോൾട്ട് ബാറ്ററി, കണക്ടർ, കവചിത ചെമ്പുകമ്പി, പച്ചിരുമ്പാണി, മൊട്ടുസൂചി ഇവ എടുക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്തു നോക്കിയേ. ഈ അഗ്രങ്ങൾ കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ആണിയുടെ അഗ്രഭാഗം ഏതാനും മൊട്ടുസൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് നമുക്ക് അനുഭവപ്പെടും. വൈദ്യുത കാന്തം, ഇലക്ട്രോമാഗ്നറ്റ്. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ആണി കാന്തമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വൈദ്യുത കാന്തം. ഇതിൻ്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് വൈദ്യുത കാന്തമെന്ന് പഠിച്ചിരിക്കുക കൂട്ടുകാരെ. കാന്തം നിത്യജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില കാന്തങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചിലരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകും കേട്ടോ. ഓരോ ഉപകരണത്തിലും കാന്തശക്തി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ കൂട്ടുകാരെ? കണ്ടോ അല്ലേ? MRI മെഷീനാണ് ആദ്യമായിട്ട് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കി, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. പിന്നെ മാഗ്ലൈവ് ട്രെയിനുകൾ, ഇതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ നമ്മൾ കാന്തശക്തി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പാഠഭാഗം പഠിച്ചു. ഇനി വിലയിരുത്താം ചോദ്യപ്രവർത്തനങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ കാന്തിക വസ്തു ഏത്? പേപ്പർ, ഇരുമ്പാണി, തടി, ചെമ്പുകമ്പി. ഇതിൽ ഇരുമ്പാണിയാണ് കാന്തിക വസ്തു. രണ്ടാമത്തെ ചോദ്യം, ശരിയായവ കണ്ടെത്തുക. എ, ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത്. തെറ്റ്. കാന്തത്തിൻ്റെ സംജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. തെറ്റ്. സി, ബാർ കാന്തത്തിൻ്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. ശരിയാണ്. ഡി, റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. ശരിയാണ്. മൂന്നാമത്തെ നോക്കി, വീട്ടിൽ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മരപ്പൊടിയിലേക്ക് ആണികൾ വീണുപോയി. ആണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? കാന്തമെടുത്ത് മരപ്പൊടിയിലേക്ക് കാണിക്കുകയാണെങ്കിൽ ആണികൾ കാന്തത്തിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് കാണാം. അങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ ആണികൾ വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയും. അടുത്ത നാലാമത്തെ ചോദ്യം, ഒരു കാന്തത്തിൻ്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ലേ? ഇതിൻ്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ ഏതെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്? അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ, ചിത്രം നിരീക്ഷിക്കൂ. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ആകർഷണം സംഭവിക്കുന്നത്? വികർഷണം നടക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? എയിൽ ആകർഷണമാണ് നടക്കുന്നത്. സൗത്ത് പോളും നോർത്ത് പോളുമാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ആകർഷണം നടക്കുന്നു. ബിയിൽ വികർഷണമാണ് നടക്കുന്നത്. സൗത്ത് പോളുമാണ് അടുത്തടുത്ത് ഇരിക്കുന്നത്. അടുത്ത് സിയിൽ നോർത്തും സൗത്ത് പോളുമാണുള്ളത്, ആകർഷണമാണ് നടക്കുന്നത്. ഡിയിൽ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ ആകർഷണം നടക്കും. സൗത്ത് പോളും തമ്മിൽ വികർഷണവും നടക്കും. അടുത്ത് ഇയിൽ നോർത്ത് പോളുമാണുള്ളത്, അപ്പോൾ അവിടെ വികർഷണം സംഭവിക്കുന്നു. അടുത്ത് എഫും
ഡി പോലെ സെയിം ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, വണ്ടിയുടെ താക്കോൽ റോഡിലെ സ്ലാബിൻ്റെ ഇടയിൽ വീണു. സ്ലാബുകൾക്കിടയിൽ കൈയിട്ട് താക്കോൽ എടുക്കാൻ കഴിയുന്നില്ല. സ്ലാബുകൾക്കിടയിലൂടെ താക്കോൽ കിടക്കുന്നത് കാണാം. സ്ലാബ് മാറ്റാതെ അതെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ? കാന്തം ഒരു നൂലിൽ കെട്ടി താക്കോൽ കൂട്ടത്തിൻ്റെ അടുക്കലേക്ക് ഇറക്കി കൊടുത്താൽ മതി. അതിലൂടെ നമുക്ക് താക്കോൽ എടുക്കാനായിട്ട് കഴിയും. അടുത്ത് നോക്കി ദിക്ക് കണ്ടെത്തൽ. കൂട്ടുകാർ നിർമ്മിച്ച വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്തുക. വീടിൻ്റെ അടുക്കള, മുൻവശത്തെ കതക്, ഡൈനിങ് ടേബിൾ, കിടപ്പുമുറി ഇവയെല്ലാം ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തി എഴുതി നോക്കിയേ. അടുത്ത് നോക്കി ഇരുമ്പ് സാധനം മാത്രം എടുക്കുന്ന ഒരു പാവ. ഇവിടെ കണ്ട കൂട്ടുകാരെ, ഒരു പാവയുടെ കൈപ്പത്തിയിൽ ഒരു കീറൽ ഉണ്ടാക്കി അതിനുള്ളിൽ ചെറിയൊരു കാന്തം പശ വച്ച് ഒട്ടിക്കുക. പുറത്തു നിന്ന് നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ കഴിയരുത്. പാവയുടെ കൈ പല വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്ന അടുത്തേക്ക് കൊണ്ടുപോകും നോക്കണം. അപ്പോൾ ഇരുമ്പ് മാത്രമുള്ള വസ്തുക്കൾ പാവ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് ചെയ്ത് കാണിക്കാനാണ് കൂട്ടുകാരോട് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കി ചാടുന്ന തവള. ഇതും കൂട്ടുകാർ ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് നോക്കണേ. നാലാമത്തെ പ്രവർത്തനം, ദ്രാവകങ്ങളിലൂടെ കടന്നു പോകുന്ന കാന്തശക്തി. ദ്രാവകങ്ങളിലൂടെ കാന്തശക്തി കടന്നു പോകുമോ? അതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുന്നുണ്ട്. മണ്ണെണ്ണ, വെളിച്ചെണ്ണ, പാം ഓയിൽ, ജലം ഇവ ഓരോ ബീക്കറിലായിട്ട് എടുക്കുന്നുണ്ട്. ഇവയിൽ ഒരേ അളവിലാണ് ഇവ എടുക്കുന്നത്. അതിൽ 3-4 മൊട്ട് സൂചികൾ ഇടുന്നുണ്ട്. ചില്ല് ടംബ്ലറിന് മുകളിൽ ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. ബാർ കാന്ത അതിന് പുറത്തുകൂടി ചലിപ്പിച്ച് നോക്കണം. കൂട്ടുകാരുടെ നിരീക്ഷണം നോക്കിയേ.